ഫാർമസിയിൽ അങ്ങനെ പോയി എന്നിട്ട് വരാം. എന്നിട്ട് പോകുമ്പോഴേ വാങ്ങിയിട്ട് പോകാട്ടോ. അതല്ലേ അത് ഭയങ്കര തിരക്കാണ് ഇവിടെ. എല്ലാവരും തുറന്ന വെച്ചില്ല രാവിലെ തന്നെ. മീനാണെങ്കിൽ കുറെ കാണുന്നുണ്ട്. ഏതാപ്പോ വാങ്ങാം. മത്തി കാണില്ല പതിലേ. വലിയ മീനാണല്ലോ. ഇതല്ല പൈസ മുതലാവൂലേ. ഇത് ശൈലല്ല പതി. കമ്മൂൻ്റെ അടുത്ത് കോമൂൻ്റെ അടുത്ത് പോയോ. ഓൻ്റെ അടുത്ത് ആകുമ്പോൾ മത്തി ഉണ്ടാവും. എത്ര എല്ലാവരും എൻ്റെ കണ്ണു പോക്കണേ. എത്ര നടന്ന മാതിരി. മത്തി എന്തായാലും അപ്പോ 300 റുപ്യ. എവിടെയും പിടിച്ചു വെക്കേണ്ടി വരും. മത്തിന്റെ വില ഒക്കെ കേൾക്കുമ്പോഴേ തല മിന്നുണ്ട്. ഇതിപ്പോ എല്ലായിടത്തും ഒരു വില തന്നെ മാറ്റല്ലേ. തന്നെ അല്ല, നമ്മളോട് സ്നേഹമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പൊ ഓല് വില കുറച്ച് വരൂലേ? അങ്ങനെ അതില് ഇത് ഇറക്കാനില്ലല്ലോ. ഇതിനെന്താ വരാറിന്? 250. ആ വില കുറവ് തന്നെയാണല്ലോ. 250. നിങ്ങളൊരു 50 റുപ്യക്ക് മത്തി കെട്ടിയാൽ 50 റുപ്യ എടുത്തോളി. അതാകുമ്പോ തരാം. സുലൈക്കാക്ക് കുട്ടിയാക്കും. അല്ലാതെ സുലൈക്കാക്ക് കുട്ടിയാക്കും മത്തി തന്നെ ധാരാളാ. അങ്ങനത്തെ പെണ്ണുങ്ങളെ നമ്മൾ കെട്ടിട്ടോളൂ. പറഞ്ഞേ എന്നാ വേഗം നടക്കട്ടെ, കച്ചവടം നടക്കട്ടെ. മാർക്കറ്റ് വന്ന് തിരിഞ്ഞാച്ചാലേ കുട്ടികളെ പേർപ്പുറത്ത് കയറും. എവിടെ ഈ ചേക്കൂ? കമ്മോക്കാ എന്താ ഇവിടെ കായുണ്ടെങ്കിൽ 500 റുപ്യ വരും. നിസാറേ കിട്ടുന്ന നിസാറേ കായുണ്ടെങ്കിൽ 500 റുപ്യ വരും. ആക്ച്വലി എനിക്ക് 500 റുപ്യ. എൻ്റെ വണ്ടിക്ക് ഓട്ടം ഒന്നുമില്ല. ഓട്ടല്ലേ, പെണ്ണുങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. വയറ്റിലുണ്ട് പെണ്ണുങ്ങളാകുമ്പോൾ പള്ളയുണ്ടാവും. അത് സത്യമാണ്. 10 മാസം ആകുമ്പോഴേ ഇത് വേറുള്ളൂ. അത് വരെ എനിക്കത്ത വാണി ഹോട്ടലിപ്പോ വണ്ടിക്ക് ഓട്ടം ജോലി ഇരുമ്പൊക്കെയാണ്. ഓട്ടക്കാരായി മൊത്തമായിട്ട് ഓട്ടം കാണുന്നുണ്ടെങ്കിൽ വണ്ടി മറ്റേ അങ്ങാടി കൊണ്ടുവരണ്ടേ? ഇവിടെ വെച്ചിട്ട് കാര്യം. ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാരെ കിട്ടലോ. അതെ, പള്ളയുണ്ടായി കഴിഞ്ഞാൽ 10 മാസം കഴിഞ്ഞിട്ട് അത് വീറുള്ളൂ. അപ്പോസിന് എന്ത് ചെയ്യണം? അതിനുള്ളത് കണ്ടെത്തണം. അങ്ങനെ ചെയ്യല്. അല്ലാതെ അങ്ങാടി ഇടേണ്ട വണ്ടി ഒന്നും ഇവിടെ ഒന്നും തരാല്ല. മനസ്സിലായ എനിക്ക്? ഇല്ലാന്ന് എന്റെ അടുത്തില്ല. അതൊക്കെ നാട്ടുകാർക്ക് ഇങ്ങനെ പൈസ കൊടുക്കാൻ നടക്കുക. അങ്ങനെ നാട്ടിലുള്ള ചെക്കന്മാരൊക്കെ പള്ളയുണ്ടാക്കണേ അതിന് കായ് കണ്ടെത്തല് കമ്മൂന്റെ പണിയാ. വണ്ടി എടുത്ത ഓർമ്മ കൊണ്ടായിട്ടാ. അതെ, ഇവിടെ വണ്ടി കൊണ്ട് ഇട്ടാണ്ട് ഓട്ടം ചാറിയ ആടെ കൊണ്ട് ഇട്ടു വണ്ടി. ചെക്കന്മാർക്ക് ഇത് തൊഴിലെ. പേരക്കുട്ടികൾ ഇപ്പൊ ചെന്നാലേ തോളത്ത് കയറിയാണ്ട് കുരങ്ങ് കയറുന്ന മാതിരിയുള്ള മാന്തലാണ്ടായി. എടാ മുജേ പഴയ തട വരാ. ഞങ്ങൾ ഈ തറവാട്ടുകാർ നീന്തപ്പായം തന്നെ തിന്നോളൂ. നീന്തപ്പായം എന്താ വരാ? നോക്കിയിട്ടല്ല, ഒരു 20 റുപ്യ കൊണ്ട് എടുത്തോ. അതന്നെ പത്ത കാട്ടുക കുട്ടിയാണ്ട്. നോക്ക് സമയമില്ല. കുട്ടികളിപ്പോ തന്നെ ചോരുമ കയറി തുടങ്ങിയിട്ടുണ്ടോ? കരക്കാളെ മത്തിൻ്റെ അടുത്ത് അടുത്തുണ്ട്. വേറെ ചൂട്ടാ ശ്യാവില്ല അവിടെ അല്ലേ? മുകളിൽ ഒളിച്ചിക്കുക അല്ലേ? എത്ര കാട്ടാന്ന് തന്നെ ഞാനും ആലോചിക്കണത് പോയി. കഞ്ഞിയും സാമ്പാറും വെച്ചാലും ഇത് ബാക്കിയാവും. സംഭവമാണല്ലോ അത്. എന്തോ വാങ്ങണ്ടോന്. ഈ പോക്ക് കണ്ടിട്ടോ പെരീക്കാ തോന്നുന്നുണ്ട്. ഇനിയിപ്പോ പെരീപ്പോക്ക് നടക്കൂല. മൂത്ത മോളെ പെരീക്ക് പോവാ നല്ലത്. മോനാണ്ട് പെരീ പോയിക്കോട്ടെ. ഓളെ അടിച്ചേര് തുടങ്ങിനി. സുരേഖാനോട് പലവട്ടം പറയുന്നുണ്ട് ഈ 10 മണിയാകുമ്പോൾ പോയി അടിച്ചേരാൻ നിൽക്കരുത്. ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരെ മൊത്തം കെട്ടി ഗേറ്റിൻ്റെ അടുത്തേക്ക് വിളിച്ചെത്തുന്ന ഓളെ ഒറ്റ പണിയാണ്.
ഓൾ ഏതില്ലാന്ന് പറഞ്ഞാലും ആണ് കുരുത്തം കേട്ട കുറച്ച് ചെക്കന്മാര് ഇവിടെ എന്താണ് പാളി നോക്കണേ. ഓളറിയാതെ ഒന്ന് നോക്കനെ വേണത്. ആ അല്ല അടിച്ചേരല്ല മാനസിക നോക്കണത്. ഇത്ര പറഞ്ഞാൽ മനസ്സിലാത്തൊരു ബലാരി. ആ സുലേഖ ശുക്രണ്ട് വന്നീനപ്പം വന്നിട്ടില്ല. വന്നിട്ടില്ലേ? എന്നോട് ഞാൻ പറഞ്ഞില്ലേ ഈ 10 മണി നേരത്തെ ഇങ്ങനെ അടിച്ചേരാൻ ഇറങ്ങരുതെന്ന് പറഞ്ഞില്ല എന്നോട്. പിന്നെ ഞാൻ എപ്പോഴും അടിക്കണ്ടേ? 10 മണിക്ക് എല്ലാവരും പെരയിൽ അടിച്ചാരില്ലേ? ഇപ്പൊ സൗകര്യം കിട്ടിയത് നിസ്കരിച്ച് ഇറങ്ങിയ പെണ്ണുങ്ങള് പേർപ്പാട് അടിച്ചായിരുന്നേ. ഇത് നേരെ ബസ് 10 മണി 11 മണിക്ക് ഈ കണ്ട ആണുങ്ങളൊക്കെ വിളിച്ചേർത്തിന് ആന്റെ ഒറ്റ അടിച്ചായിരുക. പിന്നെ ഇവിടെ അടിച്ചാരണ്ടേ? അടിച്ചാരനെ ഞാൻ പറഞ്ഞില്ലേ ആ സുബി അരച്ച് അടിച്ചാരെന്നുള്ളത്. ഈ കുട്ടികളെ കൊടുത്തില്ലേ? ആ കുട്ടികൾക്ക് ഒരുമാതിരി കൊടുത്തോളൂ. കുട്ടികൾക്ക് ഒരുമാതിരി കൊടുത്തോളൂ. പക്ഷെ അറ്റ ചുള്ളിക്കളി കണ്ടിട്ട് ഒത്തും കിട്ടാത്ത മാതിരിയാണല്ലോ. ഞാൻ കൊടുത്തോളാം. ആത്തിന് കൊടുത്തോളാം. അല്ല അടിച്ചാരല്ലോ അവിടെ കെട്ടതാണ് അവിടെ വെച്ചാ. കുറച്ച് പൊരിച്ചു ചെയ്താളാ, കുറച്ച് ചാറും വെച്ചാളാ. അങ്ങോട്ടുണ്ടോ? അതിനാണ് ഉണ്ടേക്കോ. ഞാൻ കൊണ്ടുവച്ചാണ് വാ. ഇതേ ഇവിടെ ചെത്തി പോലെ നന്നാക്കാണ്ട് നടക്കുവോ? കൊതുക് വളരുന്നുണ്ട് ഇവിടെ. അത് കൊണ്ടുവച്ചാളാ. കൊണ്ടുവച്ചാണ്ട് വേണ്ട വാ. അപ്പൊ ഇക്കൂടാണ്ട് ഈ കൊറയാനെടുത്ത ചാളാ ഒറ്റ കൊണ്ടുവരേ. വേഗം കൊണ്ടുവരേ. അനക്കത്താണ്ട് അനങ്ങാൻ കഴിച്ചിട്ടില്ല. ചെമ്പ് നീക്കിയച്ചമാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കൊണ്ടുവരേ. ഇത് കണ്ടാ ചെയ്ത് എടുക്കണേ? ഒരു പേരന്റെ മുട്ടല്ലേ അത്? ഇതിപ്പോ എന്തിനാ എടുക്കണേ? ഇത് കൊത്തിയാന്നാക്കാൻ ഇവിടെ ആരെങ്കിലും എടുത്തോളൂ. ആരെങ്കിലും എടുക്കണല്ലോ നമ്മളെ പേര് നമ്മളെ നന്നാക്കണ്ടേ? എത്ര എനിക്ക് രാവിലെ കളിച്ചു തന്നീനി. പള്ളന്റെ ഉള്ളിൽ ഒരു സൂചില്ലണീ. ഞാൻ ചായ നീന്നു. അല്ല ചായ രാവിലെ പോയതല്ലേ, എന്തെങ്കിലും കുടിച്ചിട്ടുണ്ടാവോ? ചായല് പറ്റാത്തതിന് കളിക്കീനോ? അതൊന്നും നമ്പാൻ പറ്റൂല. 1000 തെങ്ങള് ആർക്ക് പല കുത്താ ഈർക്കില്ലാന്ന് പറഞ്ഞ മാതിരി എന്റെ കഥ. മനസ്സിലായില്ല എനിക്ക്? ആർക്ക് വളഞ്ഞൂടാകട്ടെ, വളഞ്ഞൂടെ എന്നിട്ട് പറിച്ചൂടെ. തരാൻ നോക്കാൻ പറ്റൂല ഞങ്ങളൊന്നും. അതങ്ങനെ ഒന്നല്ല ചെയ്യല്. എന്നെ കൊണ്ട് കൊത്തിച്ചാണ്ട് കാര്യം കാണാനാവൂലേ? വയസ്സാം കാലത്തെ ഞാൻ പറയണം. കൊച്ചാണ്ട് കുജാക്ക കിണറൂത്തല്ലാതെ. ഇത് കിണറൂത്തല്ല. ഇതിങ്ങനെ ഊത്തണം. വിലച്ചാ മതി. എനിക്ക് രാവിലെ കളിക്കാൻ നീ. ഞാൻ പറഞ്ഞ ചായ തന്നിട്ടുള്ളൂ. കള്ളന്റെ ഉള്ളൊരു സുഖമില്ലല്ലോ. അറിയില്ല. എനിക്കറിയാതെ എനിക്ക് കളിക്കി തരണേ. അന്റെ പണി എടുത്തൂടെ ഇപ്പൊ വരാന്.